അല്ലെങ്കിൽ ഇത്ര പോലെ പെണ്ണുങ്ങളുണ്ട് ഇവിടെ. ഈ പെണ്ണുങ്ങളൊക്കെ കടിച്ചു പോയിക്കൂടെ? എന്താ ഒന്നും മേലെയാകൂല. എന്നിട്ടാണ് കൊളസ്ട്രോളാണ് ഷുഗറാണ് രാവിലെ അങ്ങനെ നടക്കും ചെയ്യും. ഈ പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും വരില്ല. അത് പെണ്ണുങ്ങൾക്ക് ഒരു ഒന്നും അറിയില്ല. മനുഷ്യന്മാരെ കുഴിപ്പാക്കാൻ വേണ്ടിയിട്ട് ഓലല്ലേ അല്ലേന്നില്ലേ? ആ ഓല അവിടെ. അല്ല എൻ്റെ അമ്മാനെ ശരി വെക്കണം. ഇന്നിപ്പോ എന്തല്ലേ നിന്റെ അമ്മക്ക് പണി? ആക്കാണെങ്കിൽ വീട്ടിൽ വെച്ചിരുന്നു അടിച്ചിട്ട് നീങ്ങില്ല. ഞാൻ കുറച്ചേരായി ഇവിടെ നിക്കണ ജിന്നെ കാണില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ പെരേ പോയിരുന്നു. അജി പെരയിൽ ഒരു പണി എടുക്കൂലല്ലേ? ഇവിടെ വന്നപ്പോ എനിക്ക് അടിച്ചോരലും തിരുമ്പലും പണിയെടുക്കണെങ്കില് കായ് അക്കത്തെ അമ്മായി കൊണ്ടുവരുമോ? ഇവിടെ പണിയെടുത്താലേ 10 രൂപ കിട്ടുള്ളൂ. അത് ശരി. എന്നാലും പെരയില് പണി എടുക്കൂല അല്ലേ? പണിയെടുത്ത കായ് കിട്ടൂലല്ലോ. പെരയിൽ ആകെ ചമ്മല് ഇതായിട്ട് എടുക്കുക. ഇവിടെ പണിയെടുത്താലേ കായ് കിട്ടുള്ളൂ. എന്നോട് പറയാൻ ഊരെ വേഞ്ചിട്ടാണ് നിക്കാൻ വയ്യ. അല്ല കുഞ്ഞപ്പ ഉമ്മ എന്തിയെ? അതൊന്നും പറയണ്ട. ഇമ്മ ബേജാറായിട്ട് 5-ാം തീയതി എന്താണ് ജപ്പാനിൽ ആരോ ഒരു പെണ്ണെത്തി പറഞ്ഞത്ര എന്താണ് സുനാമി വരുന്നല്ലേ? സുനാമി പ്രണയം ഉണ്ടാവും പറഞ്ഞിട്ട് ഇന്ന് 5-ാം തീയതി അല്ലേ? ഇമ്മ എന്നാലും ഒരു 5-ാം തീയതി രാവിലെ പറഞ്ഞത്. ഇന്നലെ ഒരു പോലെ രാത്രി കണ്ണ അടിച്ചിട്ടില്ല. ബേജാറായിട്ട് അപ്പൊ അമ്മാട് പറഞ്ഞു അത് ഇവിടെ അല്ല, അത് വരുന്നത് ജപ്പാനിലാണ്, ഇന്ത്യയിലാണ് തോന്നുന്നത്. നമ്മളെ കേരളത്തിൽ വരെ ഇന്ത്യയിലാന്ന് തോന്നുന്നത്, ജപ്പാനിലൊന്നും അറിയില്ല. അപ്പൊ ഉമ്മ അത് പറയാൻ പറ്റില്ല. കുഞ്ഞാപ്പോ ഇവിടേക്കും വന്ന് നമ്മള് കുടുങ്ങൂലേ, നമ്മള് ഒളിച്ചു പോകൂലേ, ഉമ്മാന്റെ പുതിയ കുപ്പായൊക്കെ ഒളിച്ചു പോകൂലേ? പുതിയ കുപ്പായൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഉമ്മാറിന്റെ പുതിയ കുപ്പായൊക്കെ ഒളിച്ചു പോകൂലേ? എന്താ ചെയ്യാ കുഞ്ഞാപ്പോ എന്നിട്ട് മോനെ നേരെ മൾക്കാൻ നേരത്തെ കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇമ്മാന്ന് വിളിച്ചപ്പോ ഉമ്മ നെറ്റാണ്ട് വിളിച്ച്, പതിരിങ്ങളെ ഇതാ വെള്ളപ്പൊക്കോ കുഞ്ഞാപ്പോ ഓടിക്കോടോ നാട്. ഇമ്മ എന്റെ കജ്ജും പിടിച്ച് അതൊക്കെ ഒറ്റ ഓട്ടം. അപ്പോഴാണ് അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്ന് എന്തിയാ ചോദിച്ചിട്ട് അപ്പോഴാണ് ഉമ്മാക്ക് മനസ്സിലാവുന്നത് സ്വപ്നല്ല, ഒന്നും കാണാനില്ല, വെള്ളപ്പൊക്കം ഒന്നും കാണാനില്ല. അങ്ങനെ മോനെ എന്റെ അമ്മ വേച്ചാറിയിക്കുന്നു, 5-ാം തീയതി ഇങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ മോനെ ഇമ്മ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അങ്ങനെ ഉമ്മാക്കുണ്ട് മേലെ കായുണ്ട്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് ഓരോരുത്തർ സാധാരണ പോയി പണിയെടുത്താളെ ഉമ്മാക്ക് വെച്ചാന്നും പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ട. സുനാമിന്റെ കൂട്ടൊന്നും പറയണ്ട, അറിഞ്ഞില്ലേ? കൂട്ടം പറയണ്ട, ഒരു ഉമ്മാനെ കളിയാക്കുക. അങ്ങനെ ഞാൻ നിസാത്താടാണ്. നിസാത്ത ചോദിച്ചു എന്നോട് എന്താടാ പറ്റി ഉമ്മാക്ക്? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പറയാൻ സുനാമിന്റെ കൂട്ടം പറയണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനൊക്കെ സംഗതി ഉണ്ടായിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് ഇങ്ങോട്ട് പറഞ്ഞില്ല, ഉമ്മാക്ക് പനിയാണെന്ന് പറഞ്ഞു. കുഞ്ഞാമ്പോ സുനാമി വേറെ എവിടക്കോ പോയിക്കണ തോന്നുന്നുണ്ട്. ഇത് ഇവിടുത്തെ വേറെ എവിടക്കോ പോയിന്ന് അറിഞ്ഞ്. അങ്ങനെ ഓരോ അറിഞ്ഞ് വഴി തെറ്റി പോയി. ഒരു കാര്യം ഇവിടുന്ന് അടിച്ചോരിക്കൂടുക മോനെ, അവിടെ ഒക്കെ അടിച്ചോരി അടിന്റെ ഉമ്മാനെ സമ്മതിക്കണം. അടിച്ചോരാണ്ട് അപ്പൊ ഇജ്ജ് വരും കായിട്ടില്ലേ? അതാണ് പറഞ്ഞത്, കായിട്ടില്ലേ? ഉമ്മ പറയൂ അഭിമാനെ മോനെ അന്ത്യാവോളം പണിയെടുപ്പിക്കും. അത്ര പണിയെടുപ്പിച്ചിട്ട് എന്താ അത്ര കൊടുക്കുക? ഇതേപോരം കായ് അല്ലെങ്കിൽ കുറച്ച് പഴം ചോറ്, ഇതേപോരം കടി. ഒരു കുടുംബം ഉണ്ടല്ലോ, ഒരു ഫാത്തിമ ബീത എന്താ ആ പണിയെടുത്ത് ഇപ്പോൾ നിൽക്കലേ ഇല്ല. കുറെ ദിവസം ഇവിടെ നിന്നല്ലോ, ആ പണിയെടുത്ത് ഇപ്പൊ വരലേ ഇല്ല. പൈസ കൊടുക്കാണ്ട് പണിയെടുപ്പിക്കുവേ. അപ്പൊ മകൻ ആക്കായിരുന്നു പാപനേട്ടും വരില്ല. ഉമ്മ മോനെ ഇപ്പൊ വേറെ ഒരു മാർഗമില്ല. ഞാൻ എന്റെ ഉമ്മാക്ക് പല്ലും ചെറിയൊക്കെ ഒതുക്കി വെച്ചാൽ മതി. മര്യാദക്ക് ആശാത്താടെ പണിക്ക് പോയിരുന്നു. അവിടെ പോരാന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകും. അവിടെ പോരാന്നിട്ട് എന്താണ് ആശാലോട് നല്ല പണിയുണ്ട്. ആശാത്താടെ അധികം പണിയൊന്നും ഇല്ല. ഇവിടെയാണ് പണി കൂടുതലല്ലേ? ഇവരെ മോനെ അന്ന് ഗൾഫിന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മാക്ക് വിചാരിച്ചു എല്ലാം കൊട്ടയിലാണ്ട് മറിക്കും വിചാരിച്ചു. ഒക്കെ ഇവിടേക്ക് പോയത് ചെയ്തിരോ ആകെ. ശരി. അല്ല ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിക്കാ? ഒന്നും തന്നില്ലടാ.
അവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും, വേറെ പണിയൊന്നും ഇല്ല. ആയിക്കൂടെ കണ്ട് വന്ന എന്നെ കണ്ടിട്ടില്ല കൊണ്ട് എങ്ങനെ കാണുക, ഇവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും. അവിടെ മണിയെ ഈ മൊബൈലിൽ അങ്ങനെ കുത്തി കുത്തി കുത്തി. അല്ല, അവിടെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് മൊബൈൽ നോക്കിട്ട്, എന്നെ കണ്ടിട്ടില്ല. മക്കളിരിക്കും. എന്നെ തിന്നെ അല്ലൊരു നല്ല മെയിൻ ചെയ്യും. ഓരൊക്കെ വലിയ പണക്കാരാണ്. ഞാനൊക്കെ പണമുള്ള ആൾക്കാരാ. അതാണല്ലേ ആൾക്കാർ. ഇടപെട്ടാൻ നമ്മള് പണിക്കാരെ പോലെ തന്നെ കാണുള്ളൂ. എന്റെ എത്ര വലിയ ആൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരി. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. ഇനിയിപ്പോ കേട്ടുകൊണ്ട് വരണ്ടേ, ഞാൻ ഇങ്ങനത്തെ പോട്ടെ.